എൻ്റെ സഹോദരി സഹോദരങ്ങളെ, മൈറ്റി ഹാൻഡ്സ് സാമ്പത്തിക മേഖലകളിൽ പുതുവഴികൾ തുറക്കപ്പെടുന്ന ആത്മാവിൻ്റെ അഭിഷേകത്താൽ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക്, ഒരു ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂവിലേക്ക് നമ്മെ നയിക്കുന്ന കർത്താവ് ഒരുക്കി തന്ന ശുശ്രൂഷയാണ് മൈറ്റി ഹാൻഡ്സ്. അതിന് 2-ാം ദിനത്തിൽ നമ്മൾ ആയിരിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിന് വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധിയാണ്. സാമ്പത്തിക മണ്ഡലം ഇന്നൊരുപാട് കലങ്ങി മറിഞ്ഞിരിക്കുകയാണ്. കടഭാരം മൂലം, കടക്കെണികളാൽ കുരുക്കിലാക്കപ്പെട്ട, തകർന്നുപോയ, ഇപ്പോൾ തകർന്നുകൊണ്ടിരിക്കുന്ന 10,000-കണക്കിന് കുടുംബങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. എല്ലാം നഷ്ടപ്പെട്ട്, പ്രതീക്ഷയില്ലാതെ, പ്രത്യാശ അറ്റുപോയി, ജീവിതം പെരുവഴിയിലായിപ്പോയ 1000-കണക്കിന് ജീവിതങ്ങൾ. ഒരു മനുഷ്യനും സഹായിക്കാൻ കഴിയാത്ത വിധം മാനുഷികമായി എല്ലാ വാതിലുകളും അടഞ്ഞുപോയി. ജപ്തി നോട്ടീസുകളും കടഭാരങ്ങളും മൂലം നരകതുല്യമായി ജീവിക്കുന്ന ഒത്തിരി മനുഷ്യർ നമ്മുടെ ചുറ്റുപാടിലുമുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് ഈ ശുശ്രൂഷ നമുക്കായി ഒരുക്കുമ്പോൾ ആത്മാവിൻ്റെ അഭിഷേകത്താൽ നമുക്ക് ലഭ്യമാകുന്നൊരു ഫ്രീഡമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. അഭിഷേകം നമുക്ക് തരുന്ന ഉന്നതിയുണ്ട്, ഒരു പ്രമോഷനുണ്ട്. അത് ആത്മീയ തലത്തിൽ മാത്രമല്ല, ഭൗതിക മണ്ഡലത്തിലും നമ്മുടെ സാമ്പത്തിക തലങ്ങളിലും ആത്മാവിന്റെ അഭിഷേകം നമ്മെ കരം പിടിച്ചുയർത്തുന്നു. നമുക്ക് നഷ്ടപ്പെട്ടു പോയ സകലതിനെയും പുനരുദ്ധരിക്കുവാൻ ആത്മാവിന്റെ അഭിഷേകത്തിന് കഴിയും. നമ്മുടെ മുൻപിൽ അടഞ്ഞു കിടക്കുന്ന വാതിലുകളെ നമുക്കായി തുറന്നു തരുവാൻ ആത്മാവിന്റെ അഭിഷേകത്തിന് സാധിക്കും. നമ്മുടെ ജീവിതങ്ങൾ അങ്ങോട്ടിങ്ങോട്ട് ചലിക്കാൻ പോലും കഴിയാത്ത വിധം നമ്മുടെ മനസ്സിന്റെ ക്രിയാത്മകമായ ശേഷി നഷ്ടപ്പെട്ട് മനസ്സ് കലങ്ങി മറിഞ്ഞിരിക്കുന്ന അനേകം ജീവിതങ്ങളെ കർത്താവിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക്, ആത്മനിറവിലേക്ക് നയിക്കുവാൻ അഭിഷേകത്തിന് കഴിയും. എന്റെ സഹോദര സഹോദരി, കർത്താവിന്റെ സന്നിധിയിൽ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ആത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കുക. സകല മുഖങ്ങളെയും അഭിഷേകം ഒടിച്ചു കളയുന്നു. എല്ലാവിധ കെട്ടുകളെയും ആത്മാവിന്റെ അഭിഷേകം പൊട്ടിക്കുന്നു. കാരണം അത് കർത്താവിന്റെ അത്ഭുത ശക്തി എത്രേ. എന്റെ സഹോദരങ്ങളെ, ഇന്നലത്തെ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പലരും ഇന്ന് എന്നെ വിളിച്ചു, ബ്രദറെ ഒരുപാട് സന്തോഷമുണ്ട്. മറ്റു പലരും പറഞ്ഞു ലക്ഷങ്ങളുടെ കടബാധ്യത. പലരും അവരുടെ കടബാധ്യതകൾ ലിസ്റ്റ് വായിക്കുകയായിരുന്നു. മനസ്സിന് വല്ലാത്തൊരു നോവുണ്ടായി. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മൾ കടന്നു പോകുന്ന സാമ്പത്തിക പ്രതിസന്ധി എന്തുമാത്രം വലുതായിക്കൊള്ളട്ടെ, നമ്മിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമ്മൾ നിസ്സാരമായി കാണരുത്. നമ്മെ വിളിച്ചിരിക്കുന്ന കർത്താവിന്റെ അത്ഭുത ശക്തിയെ നമ്മൾ ചെറുതായി കാണരുത്. എത്ര വലിയ പടുകുഴിയിൽ നിന്നും നമ്മെ കരകയറ്റുവാൻ, നമുക്ക് വിമോചനം തരുവാൻ, കടഭാരങ്ങളിൽ നിന്ന് എല്ലാം നഷ്ടപ്പെട്ടു പോയ സാമ്പത്തിക മണ്ഡലങ്ങളിൽ നിന്ന് വീണ്ടും നമ്മെ വീണ്ടെടുക്കുവാൻ കർത്താവിന്റെ കരങ്ങൾക്ക് ഇന്നും എന്നും ഒരുപോലെ ശക്തിയുണ്ട്. പൗലോസ്ലീഹ സഭയോട് പറയുകയാണ്, ഫിലിപ്പി സഭയ്ക്ക് ഇത് ലേഖനം 4-ാം അധ്യായം 6-ാം വചനത്തിൽ, ഒന്നിനെ കുറിച്ചും നിങ്ങൾ ആകുലരാകേണ്ട, ഒന്നിനെ കുറിച്ചും നിങ്ങൾ ആകുലരാകേണ്ട. ഇത് കേൾക്കുമ്പോൾ പലരും ചിന്തിക്കാം, എൻ്റെ പ്രിയ സഹോദര, ഇത് പ്രസംഗിക്കാൻ എളുപ്പമാണ്, കേൾക്കുവാനും നല്ല ഒരു സുഖമുണ്ട് ഈ വചനം. എന്നാൽ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്ന ചുട്ടുപൊള്ളുന്ന പച്ചയായ ചില സഹനത്തിന്റെ തീച്ചൂളകള്, എല്ലാം നഷ്ടപ്പെട്ട് പ്രതീക്ഷയില്ലാത്തൊരവസ്ഥ,
കടഭാരം കയറി എല്ലാം മുടിഞ്ഞുപോയി. നാട്ടുകാരുടെയും ബന്ധുക്കളുടെ മുൻപിൽ ഒരു പരിഹാസ കോലമായി എൻ്റെ ജീവിതവും കുടുംബവും. ഞാൻ എങ്ങനെ ആകുലപ്പെടാതിരിക്കും? എനിക്ക് എങ്ങനെ ഒരു ആശ്വാസം ഉണ്ടാകും? എൻ്റെ സഹോദരങ്ങളെ, ഞാൻ വീണ്ടും ആത്മാവിൽ പറയട്ടെ, നമ്മൾ അനുഭവിക്കുന്ന, നമ്മൾ നേരിടുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കടഭാരങ്ങളും എത്ര വലുതായിക്കൊള്ളട്ടെ, ഇത് പരിശുദ്ധമായ വചനമാണ്. തന്റെ ജനത്തിന് വേണ്ടി ആത്മാവ് തരുന്ന ആലോചനയാണ്. നിങ്ങൾ ഒന്നിനെ കുറിച്ചും ആകുലരാകേണ്ട. നമ്മൾ കടന്നു പോകുന്ന സാമ്പത്തികമായ കൊടിയ പ്രതിസന്ധികളെ കുറിച്ച് നമ്മൾ അസ്വസ്ഥരാകേണ്ട. എങ്ങനെ ഈ ജപ്തി ഒഴിവാക്കാം? എങ്ങനെ ഈ ബ്ലേഡ് പലിശ ഇല്ലാതാക്കാം? എങ്ങനെ ലോൺ അടച്ചു വീട്ടാം? നഷ്ടപ്പെട്ടു പോയ എൻ്റെ ഭവനം, അടഞ്ഞുപോയ എൻ്റെ വരുമാന മാർഗങ്ങൾ, ഇതൊക്കെ എങ്ങനെ വീണ്ടെടുക്കാം? പരിശുദ്ധാത്മ പറയാ, നീ അസ്വസ്ഥനാകേണ്ട, നീ ആകുലപ്പെടേണ്ട. ഞാൻ നിന്നെ പ്രതി കരുതലുള്ളവനാണ്. നിന്റെ തകർച്ചകളിൽ, നിന്റെ നൊമ്പരങ്ങളിൽ, നിന്റെ കുടുംബത്തിൽ ഞാൻ നിന്നെ കരുതുന്നൊരു ദൈവമാണ്. വീണ്ടും നമ്മുടെ കർത്താവ് പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 27-ാം വചനത്തിൽ ഈശോ പറയാണ്, ഉത്കണ്ഠ മൂലം ആയുസ്സിന്റെ ദൈർഘ്യം ഒരു മുഴമെങ്കിലും കൂട്ടാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ? ഉത്കണ്ഠ മൂലം ആയുസ്സിന്റെ ദൈർഘ്യം ഒരു മുഴമെങ്കിലും കൂട്ടാൻ. എൻ്റെ സഹോദരങ്ങളെ, ടെൻഷൻ അടിച്ച് പ്രഷർ കൂട്ടി, കൊളസ്ട്രോളും ഷുഗർ ലെവലൊക്കെ കൂടി ഹൈപ്പർ ടെൻഷനിലായിരിക്കുന്ന ഒരുപാട് ജീവിതങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. എൻ്റെ സഹോദര സഹോദരി, ഇത് നിനക്കായുള്ള കർത്താവിന്റെ മനസ്സാണ്. നീ പ്രത്യാശയുടെ വചനത്തിന് മുൻപിൽ ഇരിക്കെ പരിശുദ്ധാത്മ നിന്നെ വിമോചിപ്പിക്കുന്ന സമയമാണിത്. നിന്റെ മേൽ അഭിഷേകം ഇറങ്ങുന്ന കൃപയുടെ മണിക്കൂറാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തുമാത്രം ആകുലതകളാലും ഉത്കണ്ഠകളാലും ഇന്ന് നമ്മൾ പലരും മാറാ രോഗികളായി തീർന്നിരിക്കുക. കഠിനബദ്ധം മൂലം നമുക്കൊന്നിനെ സന്തോഷിക്കാൻ പറ്റുന്നില്ല, സമാധാനമില്ല. ഒരു യാന്ത്രികമായ ഒരു മിഷൻ പോലെ ജീവിക്കുന്ന ഒത്തിരി മക്കള് നമ്മുടെ കുടുംബങ്ങളിൽ, സമൂഹങ്ങളിലുണ്ട്. കർത്താവ് പറയും, നിരാശപ്പെടേണ്ട. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 15-ാം വചനത്തിൽ മറിയത്തോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. യേശു അവളോട് ചോദിച്ചു, സ്ത്രീയെ, നീ എന്തിനാണ് കരയുന്നത്? സ്ത്രീയെ, എന്തിനാണ് നീ കരയുന്നത്? ഇനി ചോദ്യം എന്നോടും നിന്നോടുമാണ് കർത്താവ് ചോദിക്കുന്നത്. മകനെ, മകളെ, നീ എന്തിനാ കരയുന്നത്? സാമ്പത്തികമായി തകർന്ന അവസ്ഥയിലായതുകൊണ്ടാണോ? നിന്റെ ഭവനം തകർന്നു പോയത് കൊണ്ടാണോ? നീ അധ്വാനിച്ച് സമ്പാദിച്ചതെല്ലാം നിനക്ക് നഷ്ടപ്പെട്ടു പോയതിനെ പ്രതിയാണോ? നിന്റെ മക്കളെ പ്രതിയാണോ? ഇന്ന് നിനക്ക് സംഭവിച്ചിരിക്കുന്ന ഈ ദുരവസ്ഥയെ പ്രതിയാണോ? നീ എന്തിനാണ് കരയുന്നത്? സഹോദരങ്ങളെ, നമ്മുടെ കണ്ണുനീരിന്റെ കാരണം കർത്താവിന് അറിയാം. നമ്മൾ എന്തുകൊണ്ടാണ് കരയുന്നതെന്ന് വ്യക്തമായി ആത്മാവ് അറിയുന്നുണ്ട്. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടേണ്ട, ആകുലപ്പെടേണ്ട. ഈ ഒരു അവസ്ഥയിൽ കർത്താവ് എന്താ നമ്മോട് പറയുന്നത്? നിങ്ങൾ പ്രതീക്ഷയോടെ ഈ വചനം കേട്ടെ. യെശയ്യാ പ്രവചനം 41-ാം അധ്യായം 10-ാം വചനത്തിൽ ആത്മാവ് വെളിപ്പെടുത്തുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഈ തകർച്ചയിൽ, ഈ കൊടിയ ദുരിതത്തിൽ, ഈ സാമ്പത്തികമായ ഈ പ്രതിസന്ധിയിൽ നീ ഒറ്റയ്ക്കല്ല. നിന്നെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടാകാം, നിന്നെ മാറ്റി നിർത്തിയിട്ടുണ്ടാകാം, നീ അപകാശനായിട്ടുണ്ടാകാം. എന്നാൽ കർത്താവ് പറയാണ്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ ഒറ്റയ്ക്കല്ല, നീ അനാഥനല്ല. ഒരുപാട് പേര് നിന്നെ കുറ്റപ്പെടുത്തി, ഒരുപാട് പേര് നിന്നെ മനസ്സിനെ മുറിപ്പെടുത്തി. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്റെ വലത് കൈ പിടിച്ചിരിക്കുന്നു. ഞാൻ നിന്റെ വലത് കൈ പിടിച്ചിരിക്കുന്നു. എന്റെ വലത് കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. വീഴാതെ വണ്ണം നമ്മെ താങ്ങി നിർത്തുവാൻ, നമ്മെ സൂക്ഷിക്കുവാൻ
ശക്തനും അതിയായവനുമാണ് നമ്മുടെ കർത്താവായ യേശു. യൂട്യൂബിൽ കമന്റ് ബോക്സിൽ നിങ്ങളുടെ വിഷയങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധികൾ, സാമ്പത്തികമായ നിയോഗങ്ങൾ എന്താണോ നിങ്ങളത് സ്നേഹത്തോടെ നിങ്ങൾ കമന്റ് ചെയ്യുക. നമ്മൾക്ക് ഒന്നിച്ചു പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് പുതുവഴികൾ നമുക്കായി തുറന്നു തരും. എൻ്റെ സഹോദരങ്ങളെ, സാമ്പത്തികമായ തകർച്ചകളുടെ ചില ആത്മീയ കാരണങ്ങളിലേക്കാണ് ഇന്നേ ദിവസം പരിശുദ്ധാത്മ വെളിച്ചം വീശുന്നത്. ഇന്ന് അനേകരുടെ ഉള്ളിൽ ഒരു ചോദ്യമുണ്ട്: എന്തുകൊണ്ടാണ് എൻ്റെ കുടുംബത്തിന് ഈ ദുർഗതി വന്നത്? എല്ലാം നഷ്ടപ്പെട്ടു പോയൊരവസ്ഥ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു? വിദ്യാഭ്യാസമില്ലാഞ്ഞിട്ടല്ല, കഴിവില്ലാഞ്ഞിട്ടല്ല, സാമ്പത്തിക കാര്യങ്ങൾ കൃത്യമായി ക്രമപ്പെടുത്തുവാൻ പ്രാപ്തിയില്ലാഞ്ഞിട്ടല്ല. എന്നാൽ ഇന്നെല്ലാം നഷ്ടപ്പെട്ടു പോയി. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ പല തകർച്ചയുടെയും പുറകിൽ നമുക്ക് കഴിവില്ലാഞ്ഞിട്ടോ, വിദ്യാഭ്യാസമില്ലാഞ്ഞിട്ടോ, നമുക്ക് ക്വാളിഫിക്കേഷൻ ഇല്ലാഞ്ഞിട്ടോ, നമുക്ക് കാര്യപ്രാപ്തി ഇല്ലാഞ്ഞിട്ടോ അല്ല. ചില ആത്മീയമായ ബന്ധനങ്ങൾ, ചില ആത്മീയ തടസ്സങ്ങൾ, അത് പലപ്പോഴും തലമുറകളായി വ്യക്തി ജീവിതങ്ങളിലൂടെയൊക്കെ നമ്മുടെ ജീവിതങ്ങളെ, കുടുംബങ്ങളെ, നമ്മുടെ സാമ്പത്തിക മണ്ഡലങ്ങളെയൊക്കെ പലപ്പോഴും സ്വാധീനിക്കുന്നുണ്ട്. അദൃശ്യമായ ചില വേലിക്കെട്ടുകൾ, നമ്മുടെ ബാഹ്യമായ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റാത്ത വിധത്തിലുള്ള ചില തടസ്സബന്ധനങ്ങൾ, അതെന്തുമാവട്ടെ, കർത്താവിനത് പരിഹരിക്കാൻ കഴിയും. എൻ്റെ സഹോദരങ്ങളെ, ശ്രദ്ധിച്ചിരിക്കണമേ. നമ്മുടെ എല്ലാ സാമ്പത്തിക തകർച്ചകളുടെ പുറകിൽ ഒരു ആത്മീയ കാരണമുണ്ട്. അത് സാമ്പത്തിക തകർച്ച മാത്രമല്ല, ഏത് തകർച്ചയാവട്ടെ അതിൻ്റെ പുറകിൽ ഒരു സ്പിരിച്വൽ റീസൺ ഉണ്ട്. സുഭാഷിത പുസ്തകം 26:2 പരിശുദ്ധ വചനം പഠിപ്പിക്കുകയാണ്: പാറിപ്പറക്കുന്ന കുരുവിയും തെന്നിപ്പറക്കുന്ന മീവൽ പക്ഷിയും എങ്ങും തങ്ങാത്തതുപോലെ അകാരണമായ ശാപം എങ്ങും യേശുന്നില്ല. അകാരണമായ ശാപം എങ്ങും യേശുന്നില്ല. അപ്പോൾ എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ തകർച്ചകളുടെ പുറകിൽ, നമ്മുടെ ചില തടസ്സബന്ധനങ്ങളുടെ പുറകിൽ പലപ്പോഴും സാമ്പത്തികമായി ഉന്നതി പ്രാപിക്കാൻ കഴിയാതെ കടഭാരങ്ങളാലും കടക്കെണികളാലും കുരുങ്ങിപ്പോയ അനേകം ജീവിതങ്ങൾ പരിശുദ്ധ വചനം വെളിപ്പെടുത്തുകയാണ്. എന്താ പറയുന്നത്? ഇതിന്റെ പുറകിൽ ഒരു ആത്മീയ കാരണമുണ്ട്. അകാരണമായി ശാപം എന്ന് പറയുമ്പോൾ ആരും പേടിക്കാൻ. എന്താണ് ശാപം? അനുഗ്രഹമില്ലാത്ത അവസ്ഥ, കൃപയില്ലാത്ത അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ശാപം, കേഴ്സ് എന്ന്. അവിടെ കൃപ നഷ്ടപ്പെട്ടു പോവുകയാണ്, അനുഗ്രഹം ചോർന്നു പോവുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് അവിടെ കൃപ നഷ്ടപ്പെട്ടു പോകുന്നത്? അപ്പൊ കൃപ നഷ്ടപ്പെട്ടു പോകാൻ ഒരു കാരണമുണ്ട്, റീസൺ ഉണ്ട്, ഒരു സ്പിരിച്വൽ റീസൺ ഉണ്ട്. അപ്പൊ നമ്മുടെ സാമ്പത്തിക പരാധീനതകൾക്കും വിട്ടുമാറാത്ത കടബാധ്യതകൾ പലരും ഒന്ന് പറയാറുണ്ട്. ഓർമ്മ വെച്ച നാൾ മുതൽ തുടങ്ങിയതാണ് ഈ കടബാധ്യതകൾ. എൻ്റെ അപ്പനും ഇങ്ങനെ തന്നെയായിരുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ നിരന്തരമായി സാമ്പത്തിക തകർച്ചയാണ്. എത്ര കഷ്ടപ്പെട്ടാലും ഒന്നിലും പുരോഗതി പ്രാപിക്കാൻ പറ്റുന്നില്ല. 2 അടി മുന്നോട്ട് വെച്ചാൽ 4 അടി പുറകോട്ടാണ്. അധ്വാനിക്കുന്നുണ്ട്, കഷ്ടപ്പെടുന്നുണ്ട്, വരുമാന മാർഗങ്ങളുണ്ട്, എല്ലാം അത് വരവിനേക്കാൾ അധികമായി ചെലവായി പോകുന്നു. തുടർന്ന് കടം മിച്ചമാണ്, കടം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, ബാധ്യത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ പൊന്നു സഹോദര, എന്നാണ് ഇതിൽ നിന്ന് ഒരു വിമോചനം കിട്ടുക? ഞങ്ങൾക്കൊരു വീണ്ടെടുപ്പുണ്ടാകുമോ? പലരും ഹൃദയം തകർന്ന് നൊമ്പരത്തോടെ ചോദിക്കുന്ന ചോദ്യമാണ്: ഞങ്ങൾക്ക് ഇതിൽ നിന്ന് രക്ഷപ്രാപിക്കാൻ പറ്റുമോ? ഞങ്ങൾക്കൊരു വീണ്ടെടുപ്പുണ്ടോ? പരിശുദ്ധാത്മാവ്, ദൈവത്തിന് റൂഹ നമ്മോട് സംസാരിക്കുക. നമുക്കൊരു വീണ്ടെടുപ്പുണ്ട്, നമുക്കൊരു ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ഉണ്ട്, സാമ്പത്തിക മേഖലകളിൽ ഉന്നതിയുണ്ട്, ആത്മാവിന്റെ അഭിഷേകം നമുക്ക് സ്വാതന്ത്ര്യം തരുന്നു, അടഞ്ഞുപോയ ചില വഴികളെ നമുക്കായി തുറന്നു തരുന്നു. പ്രാപിച്ചോ. സ്വർഗം പകരുന്ന അഭിഷേകം ഏറ്റെടുത്തു. ആത്മാവെ പകരുക. നിങ്ങൾ പുറപ്പാട് പുസ്തകത്തിലേക്ക് വരിക. എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കണമേ. നിങ്ങൾ ശ്രദ്ധാപൂർവ്വം ഈ വചനം കേൾക്കണം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 7-ാം വചനത്തിൽ അവിടെ മനോഹരമായ ചില വെളിപ്പെടുത്തലുകൾ ആത്മാവ് തരികയാണ്. കർത്താവ് വീണ്ടും അരുളി ചെയ്തു: ഈജിപ്തിലുള്ള എൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു, ക്ലേശങ്ങൾ
ഞാൻ കണ്ടു. പറഞ്ഞേ, ഞാൻ കണ്ടു. ഞാൻ കണ്ടു. മേൽനോട്ടക്കാരുടെ ക്രൂരത കാരണം അവരിൽ നിന്ന് ഉയർന്നു വരുന്ന രോദനം ഞാൻ കേട്ടു. രോദനം ഞാൻ കേട്ടു. അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു. ഞാൻ അറിയുന്നു. ഞാൻ കണ്ടു, ഞാൻ കേട്ടു, ഞാൻ അറിയുന്നു. എൻ്റെ ജനത്തിന് ക്ലേശങ്ങൾ ഞാൻ കണ്ടു. അവരുടെ രോദനം നിലവിളി ഞാൻ കേട്ടു. അവർ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും യാതനകളും ഞാൻ അറിയുന്നു. എൻ്റെ സഹോദരങ്ങളെ, തൻ്റെ ജനത്തെ പ്രതിയുള്ള കർത്താവിൻ്റെ കരുതലാണ് ഈ വചനത്തിലൂടെ ആത്മാവ് വെളിപ്പെടുത്തി തരുന്നത്. ഇന്ന് നമ്മുടെ കണ്ണീരും കഷ്ടപ്പാടും കർത്താവ് അറിയുന്നുണ്ട്. ചങ്ക് പൊട്ടിയുള്ള നമ്മുടെ നിലവിളികൾ കർത്താവ് കേൾക്കുന്നുണ്ട്. ഞാൻ കേട്ടു, ഞാൻ അറിയുന്നു. നമ്മുടെ ക്ലേശങ്ങളും നമ്മൾ കടന്നു പോകുന്ന കഠിനമായ സാമ്പത്തിക തകർച്ചയുടെ തീച്ചൂളയുടെ ആ പൊള്ളുന്ന അനുഭവങ്ങള് കർത്താവ് കാണുന്നുണ്ട്. ഞാൻ കണ്ടു, ഞാൻ കണ്ടു, ഞാൻ കേട്ടു, ഞാൻ അറിയുന്നു. തൻ്റെ ജനത്തിന്റെ ആത്മീയ വീണ്ടെടുപ്പിന് വേണ്ടി അവരെ സ്വതന്ത്രരാക്കുവാൻ കർത്താവ് എന്താ ചെയ്തത്? അവർ അനുഭവിക്കുന്ന അടിമത്വത്തിന്റെ, അവർ അനുഭവിക്കുന്ന ആ പ്രതിസന്ധിയുടെ യഥാർത്ഥ കാരണത്തിലേക്ക് ദൈവം തന്റെ പ്രവാചകനെ അയക്കുകയാണ്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 10-ാമത്തെ വചനം നിങ്ങൾ ശ്രദ്ധാപൂർവ്വം വചനം വായിക്കുക. ദൈവം മോശയോട് പറഞ്ഞു, ആകയാൽ വരൂ, ഞാൻ നിന്നെ ഫറവോയുടെ അടുക്കിലേക്ക് അയക്കാം. നീ എന്റെ ജനമായ ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം. കർത്താവിന്റെ ജനം അനുഭവിക്കുന്ന കഷ്ടതകൾക്കും അവിടെ യാതനകൾക്കും അവരുടെ കൊടിയ ദുഃഖത്തിനും കണ്ണുനീരിനും കാരണം ഫറവയാണ്. തൻ്റെ ജനം അനുഭവിക്കുന്ന യഥാർത്ഥമായ ആത്മീയ പ്രതിസന്ധിയിലേക്ക്, ആ സ്പിരിച്വൽ റീസണിലേക്ക് കർത്താവ് തന്റെ പ്രവാചകൻ അയക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, അടിക്കടിക്കുണ്ടാകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, എത്ര കഷ്ടപ്പെട്ടാലും കടഭാരങ്ങളിൽ നിന്ന് നമുക്കൊരു വിമോചനമില്ലാത്ത അവസ്ഥ, വരുമാന മാർഗങ്ങളുണ്ട്, പക്ഷെ അതിനേക്കാൾ അധികമായ ചെലവ് മൂലം ഓരോ ദിവസവും ഓരോ മാസം കഴിയും തോറും കടബാധ്യത, സാമ്പത്തിക ബാധ്യത അത് കൂടി വർദ്ധിച്ചു വരികയാണ്. അവസാനം എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ, എല്ലാം കൈവിട്ടു പോകുന്ന അവസ്ഥ, ജീവിതം ആകെ തകർന്നിരിക്കുന്നൊരവസ്ഥ. എൻ്റെ സഹോദരങ്ങളെ, കർത്താവിന്റെ വചനം പഠിപ്പിക്കുന്നു, ഈ സാമ്പത്തിക തകർച്ചകളുടെ പുറകിൽ ചില ആത്മീയ കാരണങ്ങളുണ്ട്. നിങ്ങൾ ശ്രദ്ധയോടെ ഇത് കേൾക്കണം. ചില ആത്മീയ കാരണങ്ങളുണ്ട്. നിയമവർത്തന പുസ്തകം 28:17 പരിശുദ്ധ വചനം വെളിപ്പെടുത്തുകയാണ്, നിന്റെ അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും ശാപഗ്രസ്തമായി. ഇവിടെ ശാപഗ്രസ്തം എന്ന് പറയുമ്പോൾ നമ്മൾ അസ്വസ്ഥപ്പെടുകയും ഭയപ്പെടുകയും വേണ്ട. ഇത് പഴയ നിയമത്തിന് പ്രമാണമായി നമ്മൾ ഇതിനെ തള്ളിക്കളയരുത്. എൻ്റെ സഹോദരങ്ങളെ, എന്ന് പറഞ്ഞാൽ അവിടെ അനുഗ്രഹത്തിന്റെ അവസ്ഥയില്ല, കൃപയുടെ അവസ്ഥയില്ല. സാമ്പത്തികമായി ബുദ്ധിമുട്ടുകള്, കഷ്ടപ്പാടുകൾ, കണ്ണീരുകള്, ജീവിക്കാൻ പോലും പറ്റാത്ത വിധം വരുമാന മാർഗങ്ങൾ അടഞ്ഞുപോയ അവസ്ഥകള്, ഇതിനെക്കുറിച്ചാണ് ഈ വചനം നമുക്ക് പറഞ്ഞു തരുന്നത്. നിന്റെ അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കുന്ന കലം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ജീവിതമാണ്. ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ, വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥ, വരുമാന മാർഗങ്ങൾക്ക് അടഞ്ഞുപോയ അവസ്ഥ, എല്ലാം കൈവിട്ടുപോയൊരവസ്ഥ. എന്റെ സഹോദര സഹോദരി, ഇപ്രകാരം ഒരു അവസ്ഥയിലൂടെയാണ് നീ കടന്നു പോകുന്നത്. ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ അഭിഷേകത്തിന് കഴിയും, ആത്മശക്തിക്ക് മാത്രമേ കഴിയൂ. നിന്റെ ഈ സ്ഥിതിക്ക് മാറ്റം വരുത്തുവാൻ കർത്താവിന്റെ കരങ്ങൾക്ക് സാധിക്കും. അവിടുന്ന് സർവശക്തനായ ദൈവമാണ്, സകലത്തിനും മതിയായ ദൈവമാണ്. കർത്താവ് കൽപ്പിക്കുന്നു, ആ കൽപ്പന നിറവേറ്റുവാൻ അവിടുത്തെ വചനം പാഞ്ഞു വരുന്നു. കർത്താവിന്റെ വചനം പാഞ്ഞു വന്ന് ഈ ജനത്തിന്റെ മേൽ പരിവർത്തിക്കട്ടെ, ഈ ജനത്തിന്റെ മേൽ അത്ഭുതങ്ങൾ നടത്തട്ടെ. കരമേറ്റി വിളിക്കുന്നു, യേശുവേ, വിളിച്ച്
ഇപ്പോൾ അനേകരിലേക്ക് വിമോചനം വരുന്നു. ഹല്ലേലൂയ. അനേകരുടെ മേൽ അഭിഷേകം ഇറങ്ങുന്നു. ഇത് ചില കുടുംബങ്ങളിൽ പുതുവഴികൾ തുറക്കപ്പെടുന്നു. സാമ്പത്തിക മണ്ഡലത്തിന്റെ കെട്ടുപാടുകളെ പരിശുദ്ധാത്മ അഴിച്ചു മാറ്റുന്നു. റിലീസ്. കരമുയർത്തി വിളിക്കുന്നു യേശുവേ. എന്റെ കർത്താവ് ഇന്നും ജീവിക്കുന്നു. കാൽ വഴുതുവാൻ, എന്റെ കാൽ വഴുതി പോകുവാൻ, ഞാൻ ഇടറി വിടുവാൻ, എന്റെ കുടുംബം തകർന്ന് തരിപ്പണമാകുവാൻ എന്റെ കർത്താവ് ഒരിക്കലും അനുവദിക്കുകയില്ല. ആ വിശ്വാസത്തോടെ കരമടിച്ച് പ്രത്യാശയോടെ പാടുകേ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ യേശു ജീവിക്കുന്നു. പാടാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ യേശു ജീവിക്കുന്നു. കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നീനച്ചു. ഈശോ, കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഞങ്ങളെ വീണ്ടെടുക്കണേ. ഉയരില്ല എന്നു നീനച്ചു. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാൻ ഇടവന്നില്ല. മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാൻ. കരങ്ങൾ ഉയർത്തിയടിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ യേശു കരമുയർത്തി ഒറ്റ വിളി യേശുവേ. ജീസസ്, ജീസസ്. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. സാമ്പത്തിക മണ്ഡലങ്ങളിൽ പുതുവാതിലുകൾ തുറക്കപ്പെടട്ടെ. ആത്മാവിന്റെ അഭിഷേകം ഒരു ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂവിലേക്ക് ദൈവജനത്തെ നയിക്കട്ടെ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. പവർ, 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 പവർ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. എന്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധി എത്ര കൊടിയതായിക്കൊള്ളട്ടെ, പരിശുദ്ധാത്മാവ് തന്റെ വചനത്തിലൂടെ സംസാരിക്കുകയാണ്. കൊരിന്ത്യർക്കെതി 2-ാമത്തെ ലേഖനം 9-ാം അധ്യായം 8-ാമത്തെ വചനം. 2 Corinthians chapter 9 verse 8. 9-8 എന്താ പറയുന്നത്? നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി ഉണ്ടാകാനും സൽകൃത്യങ്ങൾ ധാരാളമായി ചെയ്യാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകാൻ കഴിവുറ്റവനാണ് ദൈവം. കഴിവുറ്റവനാണ് ദൈവം, കഴിവുറ്റവനാണ് ദൈവം. എൻ്റെ സഹോദരങ്ങളെ, ഇത് വിശ്വസിക്കുക. എത്ര കൂടിയ തകർച്ചയിൽ നിന്നും നമ്മെ പടുത്തുയർത്തുവാൻ, നമ്മളെ പണിതുയർത്തുവാൻ, നമ്മെ പുനരുദ്ധരിക്കുവാൻ കർത്താവിന്റെ കരങ്ങൾക്ക് ശക്തിയുണ്ട്. എത്ര പേര് ഇത് വിശ്വസിക്കുന്നു? ഉച്ചത്തിൽ ഒരിക്കൽ കൂടെ ഹല്ലേലൂയ പറഞ്ഞേ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, സാമ്പത്തിക തകർച്ചയുടെ ചില ആത്മീയ കാരണങ്ങൾ ഇത് തന്നെയാണ് ഇതിന് കാരണമെന്നല്ല പറയുന്നത്. എന്നാൽ ഈ കാരണങ്ങളിലൊക്കെ ചില സത്യങ്ങളുണ്ട്. ഈ ആത്മീയ കാരണങ്ങൾ പലപ്പോഴും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, കുടുംബത്തിൽ, നമ്മുടെ തലമുറകളിൽ അടിക്കടിക്ക് ഈ സാമ്പത്തിക തകർച്ചകളും പ്രതിസന്ധികളും സൃഷ്ടിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ആത്മീയ കാരണമാണ്, ഞാൻ വായിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക, സഹോദരി സഹോദരന്മാർക്ക്, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക്, നമ്മുടെ സ്വന്തം സഹോദരി സഹോദരൻ കൂടപ്പിറപ്പുകൾക്ക് അർഹതപ്പെട്ട സമ്പത്ത് വഞ്ചനാപരമായിട്ട് വളരെ കൗശലത്തോടെ തന്ത്രപൂർവം സൂത്രങ്ങൾ കാണിച്ച് വഞ്ചനയിലൂടെ കൈക്കലാക്കിയിട്ടുണ്ടോ നമ്മൾ ചിന്തിക്കണം. കർത്താവിൻ്റെ നിർമ്മല വചനത്തിന് മുൻപിൽ നിന്ന് പരിശോധിക്കണം. എൻ്റെ സഹോദരങ്ങളെ, നമ്മിലൂടെ ഒരു ബ്രേക്ക് ത്രൂ പരിശുദ്ധാത്മാവ് നമ്മുടെ കുടുംബത്തിനും തലമുറയ്ക്കും തരികയാണ്. വഞ്ചനാപരമായി നമ്മുടെ സഹോദരി സഹോദരങ്ങൾക്ക് അർഹതപ്പെട്ട സമ്പത്ത് നമ്മൾ സ്വന്തമാക്കിയിട്ടുണ്ടോ? നമ്മുടെ കൈകളിൽ വന്ന് പറ്റിയിട്ടുണ്ടോ? ഇന്ന് അനേകം കുടുംബങ്ങൾ തകർച്ചയിലാണ്. പാർട്ടീഷന്റെ പേരിൽ, വസ്തുവകളുടെ പേരിൽ, പണമിടപാടുകളുടെ പേരിൽ, അതുപോലെ സ്ഥലത്തിൻ്റെ പേരിൽ, ഭൂമിയുടെ പേരിൽ, സ്വത്തിൻ്റെ പേരിലൊക്കെ ഇന്ന് സ്വന്തം സഹോദരി സഹോദരങ്ങൾ മാനസികമായ അകൽച്ചയിലും, പലരും കോടതിയിൽ കേസും
എന്തൊക്കെ പ്രതിസന്ധികൾ നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങളിൽ. എൻ്റെ സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണമേ, വളരെ ശ്രദ്ധിക്കണം. അർഹതപ്പെടാത്ത ഒന്നും നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകരുത്. ഒരു മുട്ടുസൂചി പോലും നമ്മൾ അർഹതപ്പെടാത്തതാണെങ്കിൽ കൈപ്പറ്റരുത്. ഉൽപ്പത്തിയുടെ പുസ്തകം 13-ാം അധ്യായം 8-ാം വചനത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണമേ. പലർക്കറിയാവുന്ന ആത്മീയ സന്ദേശങ്ങളാണെങ്കിലും നിങ്ങൾ വളരെ പ്രാർത്ഥനാപൂർവ്വം ഇത് ശ്രദ്ധിക്കുക. അബ്രാം ലോത്തിനോട് പറഞ്ഞു, നമ്മൾ തമ്മിലും നമ്മുടെ ഇടയന്മാർ തമ്മിലും കലഹമുണ്ടാകും, കാരണം നമ്മൾ സഹോദരന്മാരാണ്. 9-ാം വചനത്തിലോട്ട് വരുമ്പോൾ അബ്രാം ലോത്തിനോട് പറയുകയാണ്, അവിടെ വലിയൊരു പാർട്ടീഷൻ, ഒരു സ്വത്ത് വിഭജനം നടക്കുകയാണ്. സ്വത്തിൻ്റെ പേരിൽ, ഭൂമിയുടെ പേരിൽ, പണമിടപാടുകളുടെ പേരിൽ, വസ്തുവകളുടെ പേരിലാണ് അനേകം കുടുംബങ്ങളിൽ തർക്കവും കലഹവും മത്സര്യവും ബന്ധങ്ങളുടെ തകർച്ചകളും. എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവി വചനത്തിലൂടെ എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? ആ വചനം ശ്രദ്ധിച്ച്, അബ്രാം, ഇതാ ദേശം നിന്റെ കൺമുൻപിലുണ്ടല്ലോ, എന്നെ പിരിഞ്ഞു പോവുക. ഇടത് ഭാഗമാണ് നിനക്ക് വേണ്ടതെങ്കിൽ ഞാൻ വലത്തേക്ക് പോയിക്കൊള്ളാം, വലതു ഭാഗമാണ് വേണ്ടതെങ്കിൽ ഞാൻ ഇടത്തേക്ക് പോയിക്കൊള്ളാം. 10-ാം വചനം പറയുകയാണ്, ജോർദാൻ സമതലം മുഴുവൻ ജലപൂഷ്ടിയുള്ള ഭൂമിയാണെന്ന് ലോത്ത് കണ്ടു. അത് കർത്താവിന്റെ തോട്ടം പോലെയും സോവാറിന് നേരെയുള്ള ഈജിപ്തിലെ മണ്ണ് പോലെയായിരുന്നു. കർത്താവ് സോദോമും ഗോമോറയും നശിപ്പിക്കുന്നതിന് മുൻപുള്ള അവസ്ഥയായിരുന്നു അത്. സഹോദരങ്ങളെ, തെരഞ്ഞെടുക്കുവാനുള്ള അവകാശം അബ്രഹാം ലോത്തിന് വിട്ടുകൊടുത്തു. ന്യായമായി അബ്രഹാത്തിന്റെ അവകാശമാണത്. പക്ഷെ അവകാശം ലോത്തിന് വിട്ടുകൊടുത്തു. ലോത്ത് ജോർദാൻ സമതലം മുഴുവൻ നല്ല ഫലഭൂഷിയുള്ള, നല്ല വടക്കൂറുള്ള മണ്ണായി ലോത്ത് കാണുകയാണ്. ആ പ്രദേശം മുഴുവൻ അവൻ കൈക്കലാക്കുകയാണ്. ന്യായമായും അബ്രഹാമിന് അവകാശമുള്ള സ്ഥലമാണത്. എന്നാൽ അബ്രഹാം പറഞ്ഞ ആ വെറും വാക്കിന്റെ പേരിലെ ഒന്ന് ചോദിക്കുക പോലും ചെയ്യാതെ ആ 10,000-കണക്കിന് ഏക്കർ വരുന്ന വലിയ കോടാനുകോടിയുടെ സമ്പത്ത് ജോർദാൻ സമതലം മുഴുവൻ ലോത്ത് കൈക്കലാക്കി. ഒരു തരത്തിൽ ചതിയാണത്. അർഹതപ്പെടാത്ത സമ്പത്താണ് തൻ്റെ കൈവശം വന്നിരിക്കുന്നത്. തുടർന്നുള്ള വചനം 12-ാമത്തെ വചനം എന്താ പറയുന്നത്? 12-ാമത്തെ വചനം അവിടെ വചനം പഠിപ്പിക്കുകയാണ്. പെട്ടെന്ന് വചനം ഡിസ്പ്ലേ ചെയ്യണേ. 12-ാമത്തെ വചനം വായിച്ച്. ഉൽപ്പത്തിയുടെ പുസ്തകം 13:12. അബ്രാം കാനാൻ ദേശത്ത് താമസമാക്കി, ലോത്ത് സമതലത്തിലെ നഗരങ്ങളിലും വസിച്ചു. അവൻ സോദോമിനടുത്ത്, ദൈവത്തിന്റെ വചനം പറയാണ്, അവൻ സോദോമിനടുത്ത് കൂടാരമടിച്ചു. എൻ്റെ സഹോദരങ്ങളെ, ഈ സമ്പത്ത് മുഴുവൻ, അർഹതപ്പെടാത്ത സമ്പത്ത് മുഴുവൻ ലോത്ത് കൈക്കലാക്കി. ഇത് സോദോം ഗോമോറ അടുത്തായിരുന്നു ഈ പ്രദേശം മുഴുവൻ. നമുക്കറിയാം സോദോം ഗോമോറ, അവിടെ കൊടും പാപവും മ്ലേച്ഛതയും ഒത്തിരിയേറെ ആ മണ്ണിൽ സംഭവിക്കുകയാണ്. ദൈവത്തിന് ന്യായവിധി ആ പട്ടണങ്ങളുടെ മേൽ കടന്നു വരികയാണ്. എന്ത് സംഭവിക്കുന്നറിയോ? ആ ന്യായവിധിയുടെ സമയത്ത് തൻ്റെ ഈ ഫലപുഷ്ടിയുള്ള കോടാനുകോടി സമ്പത്ത് മുഴുവൻ വിട്ടുപേക്ഷിച്ചുകൊണ്ട്, എല്ലാം നഷ്ടപ്പെട്ടവരായി ലോത്തിനെ ആ സ്ഥലം വിട്ടോടേണ്ടി വരികയാണ്. അവസാനം എന്താ സംഭവിക്കുന്നത്? അവൻ്റെ ഭാര്യ നഷ്ടപ്പെട്ട് ഉപ്പ് തൂണാവുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 19:26 നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ച്. 19:26. ലോത്തിന്റെ ഭാര്യ അവന്റെ പിറകെ വരികയായിരുന്നു. അവൾ പിന്തിരിഞ്ഞ് നോക്കിയത് കൊണ്ട് അവളൊരു ഉപ്പ് തൂണായി തീർന്നു. തൻ്റെ സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു. തൻ്റെ ഭൂമിയും തൻ്റെ സകല സമ്പാദ്യവും തൻ്റെ സകല സമ്പത്തും തനിക്ക് കൈമോശം വന്നുപോയി. അവസാനം തൻ്റെ സ്വന്തം ഭാര്യ ഉപ്പ് തൂണായിട്ട് മാറി. 2 പെൺമക്കളാണ്. ആ 2 പെൺമക്കളും ഒരു വിധത്തിൽ പറഞ്ഞ തനിക്ക് നഷ്ടപ്പെട്ടവളായിട്ട്. ഫുൾ ഓഫ് ട്രാജഡി. ലോത്തിന്റെ ജീവിതം മുഴുവൻ തകർന്ന ഒരു അനുഭവമായിട്ട് മാറി. ഫുൾ ഓഫ് ട്രാജഡിയാണ്. ഞാൻ ഈ ലോത്തിന്റെ ഈ അനുഭവങ്ങൾ വായിക്കുമ്പോൾ അറിയാതെ എൻ്റെ ഹൃദയം വേദനിക്കാറുണ്ട്. ലോത്ത് ചിന്തിച്ചു കാണും, ഞാൻ എന്തൊരു മിടുക്കനാണ്, കോടിക്കണക്കിന് രൂപ എൻ്റെ കയ്യിലാണ്. അബ്രാം വെറും ഒരു പൊട്ടൻ, അങ്ങേരെ എന്തിനു കൊള്ളാം, ഞാൻ മിടുക്കനാണ്, ഞാൻ നല്ല സ്മാർട്ടാണ്, ഞാൻ നല്ല കഴിവാണെന്നൊക്കെ ലോത്ത് ചിന്തിച്ച് കാണാം. എല്ലാം നഷ്ടപ്പെട്ടു പോവുകയാ. സഹോദരങ്ങളെ,
അർഹതപ്പെടാത്തത് അതൊരു മുട്ടുസൂചിയാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അത് കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അതൊക്കെ നമുക്ക് നഷ്ടപ്പെടുമെന്ന് തന്റെ പരിശുദ്ധ വചനത്തിലൂടെ ആത്മാവ് മുന്നറിയിപ്പ് തരികയാണ്. അർഹതപ്പെടാത്ത സമ്പത്ത് തന്ത്രപരമായി സൂത്രങ്ങളിലൂടെ, ചതിയിലൂടെ, വഞ്ചനയിലൂടെ നമ്മൾ കൈപ്പറ്റിയിട്ടുണ്ടോ? നമ്മുടെ പ്രിയപ്പെട്ടവർക്ക്, കൂടപ്പിറപ്പുകൾക്ക്, നമ്മുടെ സഹോദരന്മാർക്കും അതിൽ കൃത്യമായി അവകാശമുള്ളതാണ്. പക്ഷേ കയ്യൂക്കൊള്ളൻ കാര്യക്കാരൻ എന്നുള്ള ആ പോളിസി പ്രകാരം നമ്മുടെ കുടുംബങ്ങളിൽ വന്നു ചേർന്നിട്ടുണ്ടോ നമ്മൾ പരിശോധിക്കണം. രണ്ടാമത്തെ ഒരു ആത്മീയ കാരണമാണ് സഹോദരങ്ങളെ, മറ്റുള്ളവരുടെ ഭൂമിയിൽ, അവരുടെ അതിർത്തികളിൽ കയ്യേറ്റം നടത്തുകയും. നമ്മൾ ശ്രദ്ധിക്കണം, കയ്യേറ്റം നടത്തുക, അതുപോലെ തന്നെ അതുമായിട്ടുള്ള കലഹങ്ങൾ, പ്രശ്നങ്ങൾ, അതിലൂടെ നമ്മൾ നേടിയെടുത്ത ചില വസ്തുക്കൾ നമ്മുടെ സ്വന്തം സഹോദരങ്ങളുമായിട്ടല്ല, മറ്റുള്ളവരുമായിട്ട് ഭൂമി തർക്കങ്ങൾ, അതിർത്തി തർക്കങ്ങൾ, അതുപോലെ തന്നെ വസ്തുവകൾ നടത്തുന്ന കയ്യേറ്റങ്ങൾ, അതിൻ്റെ പേരിലുള്ള കലഹങ്ങൾ, വഴുക്കുകൾ നമ്മുടെ ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ സംഭവിച്ചിട്ടുണ്ടോ? നമ്മളതുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണമേ. നാളുകൾ കഴിയും, നമുക്കറിയാം, ഒരു വിത്ത് നട്ട് കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ അത് മുളച്ച് പൊന്തി അത് ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നില്ല. നമ്മൾ ചെയ്യുന്ന പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ദൈവവചനത്തിന് വിരുദ്ധമായിട്ടുള്ള, കർത്താവിനെ യോഗ്യമല്ലാത്ത ഇതുപോലെയുള്ള ഈ പ്രവൃത്തികൾ ചിലപ്പോൾ വർഷങ്ങൾ കഴിയുമ്പോഴായിരിക്കും അതിന് ഫലങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ, ജീവിതങ്ങളിൽ സംഭവിക്കുന്നത്. അത് മിക്കതും നെഗറ്റീവാണ്, പരിണിത ഫലങ്ങളാണ്. പലപ്പോഴും ഇന്ന് അനേകം കുടുംബങ്ങളുടെ സാമ്പത്തിക തകർച്ചയുടെ പുറകിൽ ഇതുപോലെയുള്ള ചില ആത്മീയ കാരണങ്ങളുണ്ട്. ഇതിനെക്കുറിച്ച് എന്താണ് വചനം പഠിപ്പിക്കുന്നത്? സുഭാഷിത പുസ്തകങ്ങൾ 23:10 ആ വചനം ഉച്ചത്തിൽ വായിച്ച്, പണ്ടയുള്ള അതിർത്തിക്കല്ല് മാറ്റുകയോ അനാഥരുടെ നിലം കയ്യേറുകയോ അരുത്. വളരെ ശ്രദ്ധിക്കണം. ചോദിക്കാനും പറയാനും ആളില്ലെന്ന് വിചാരിച്ച് നമ്മൾ ചില നിലങ്ങൾ കയ്യേറുക, ചില സ്ഥലങ്ങൾ കയ്യേറുക, ഭൂമി കയ്യേറുക, മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടത് നമ്മൾ കൈക്കലാക്കുക, നമ്മൾ പിടിച്ചു മറിക്കുക, ബലപ്രയോഗം നടത്തി നമ്മൾ സ്വന്തമാക്കുക. എൻ്റെ സഹോദരങ്ങളെ, ഇതൊന്നും നമ്മുടെ തലമുറകൾക്ക് അനുഗ്രഹമാവുകയില്ല. നമ്മുടെ കുടുംബത്തിന് ഇതൊന്നൊരു ബ്ലെസ്സിങ് അല്ല. ഇതെല്ലാം നമുക്ക് നശിച്ചു പോകും, ഒക്കെ തകർന്നു പോകും. അതിലൊന്നും ദൈവകൃപയുണ്ടാവുകയില്ല, ആത്മാവിന്റെ അഭിഷേകം ഉണ്ടാവില്ല. ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. സുഭാഷിതങ്ങൾ 22:22 പെട്ടെന്ന് വചനങ്ങൾ വായിച്ച്, നിസ്സഹായനെന്ന് കരുതി ദരിദ്രന്റെ മുതൽ അപഹരിക്കുകയോ നിന്റെ പടിവാതിൽക്കൽ വെച്ച് കഷ്ടപ്പെടുന്നവരെ മർദ്ദിക്കുകയോ ചെയ്യരുത്. 22:16 ശ്രദ്ധാപൂർവം വായിച്ച്, 22:16 സ്വന്തം സമ്പത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി പാവപ്പെട്ടവരെ, ആരുമില്ലാത്തവരെ, അല്ലെങ്കിൽ ബലഹീനരായിട്ടുള്ളവരെ നമ്മൾ അവരെ ചൂഷണം ചെയ്യുക, അവരെ ഞെരുക്കുക, അവരെ പീഡിപ്പിക്കുക. കർത്താവ് പറയാണ്, അങ്ങനെ ചെയ്യുന്നവർ ദാരിദ്ര്യത്തിൽ, അവർക്ക് നല്ല സാമ്പത്തിക ഉന്നതി ഉണ്ടാകാം, വർഷങ്ങൾ കഴിയുമ്പോൾ അവർ ദാരിദ്ര്യത്തിൽ നിപതിക്കും. ഇന്ന് പല കുടുംബങ്ങളും തകർന്നു പോയി, പല വലിയ കുടുംബ മഹിമയുണ്ടായിരുന്ന പല തറവാടുകളും ക്ഷയിച്ചു പോയി. അതിനൊക്കെ പുറകിലുള്ള ചില ആത്മീയ കാരണം ഈ വചനം വെളിപ്പെടുത്തുകയാണ്. ഈ വചനത്തിന്റെ ആത്മാവ് വെളിച്ചം വീശുകയാണ്. സഹോദരങ്ങളെ, നമ്മളിത് ശ്രദ്ധിക്കണം. മൂന്നാമതായി നിങ്ങൾ ശ്രദ്ധിച്ച്, അന്യായ പലിശ വഴി, കൊള്ളപ്പലിശ, ബ്ലേഡ് പലിശ, അമിതമായ പലിശ വഴി മറ്റുള്ളവരുടെ അവസ്ഥയെ നമ്മൾ ചൂഷണം ചെയ്യുക. വളരെ ബലഹീനമായ അവസ്ഥയിൽ, ഇത്രയും നിവൃത്തിയില്ലാത്ത അവസ്ഥ വരുമ്പോഴാ ഈ ബ്ലേഡ് പലിശയ്ക്ക് ആൾക്കാർ പണം എടുക്കുന്നത്. അവർക്ക് ആഗ്രഹം ഉണ്ടായിട്ടല്ല, പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണം, ആ പ്രതിസന്ധി ഒഴിവായി പോകണം. ഇതിനു വേണ്ടി ഒന്നും നോക്കുന്നില്ല. ബ്ലേഡ് പലിശ, കൊള്ളപ്പലിശ, അവർ ആ പലിശയ്ക്ക് പണം എടുക്കുകയാണ്. സഹോദരങ്ങളെ, അന്യായ പലിശ വാങ്ങുമ്പോൾ, കൊള്ളപ്പലിശകൾ, അർഹതയില്ലാത്ത പലിശകൾ നമ്മൾ നശിപ്പിച്ച് കളയും. ശ്രദ്ധിക്കണം, ഇന്ന് അനേകരുടെ സാമ്പത്തിക തകർച്ചയുടെ പുറകിൽ ഇതുപോലെയുള്ള ചില ആത്മീയ കാരണങ്ങളുണ്ട്. ഇത് ഒരുപാട് തടസ്സബന്ധനങ്ങൾ ഉണ്ടാക്കും,
വർഷങ്ങൾ കഴിയുമ്പോൾ, ചിലപ്പോൾ തലമുറകൾ കഴിയുമ്പോഴായിരിക്കും ഈ തകർച്ചകൾ നമ്മുടെ കുടുംബങ്ങളിൽ, ജീവിതങ്ങളിൽ പിന്നെ വെളിപ്പെടുന്നത്. അതിങ്ങനെ തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ശ്രദ്ധയോടെ നിങ്ങൾ ഈ വചനം കേൾക്കണം. ഹബക്കൂക്ക് പ്രവചനം 2-ാം അധ്യായം 6-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നു, ഇവർ നിന്നയോടും പരിഹാസത്തോടും കൂടെ അവനെതിരെ തിരിഞ്ഞു പറയും, സ്വന്തമല്ലാത്തവ കുന്നുകൂട്ടുന്നവനെ എത്ര നാളത്തേക്കാണ് അത്? സ്വന്തമല്ലാത്തവ ചൂഷണത്തിലൂടെ മറ്റുള്ളവരുടെ ബലഹീനതയെ ചൂഷണം ചെയ്ത് കൊള്ള പലിശ വഴി, അന്യായ പലിശ വഴി, അമിത പലിശ വഴി സമ്പാദിച്ചു കൂട്ടുന്നവനെ എത്ര നാളത്തേക്കാണ് ഈ പണം? എത്ര നാളത്തേക്കാണ് ഈ സമ്പാദ്യം? വീണ്ടും ആത്മാവ് ചോദിക്കുക. എന്താ ചോദിക്കുന്നത്? പണയ വസ്തുക്കൾ വാരിക്കൂട്ടുന്നവർക്ക് കഷ്ടം. പണയ വസ്തുക്കൾ വാരിക്കൂട്ടുന്നവർക്ക് കഷ്ടം. വീണ്ടും ഹബക്കൂക്ക് പ്രവചനം 2-ാം അധ്യായം 9-ാമത്തെ വചനം, അനർത്ഥങ്ങൾ എത്തിപ്പിടിക്കാതിരിക്കാൻ ഉന്നതത്തിൽ കൂടുകൂട്ടേണ്ടതിനെ തന്റെ കുടുംബത്തിന് വേണ്ടി അന്യായമായി കൊള്ള പലിശയിലൂടെ, അമിത പലിശയിലൂടെ, ബ്ലേഡ് പലിശയിലൂടെ, ഇങ്ങനെ മറ്റു പല വിധത്തിലുള്ള പലിശ പണം വഴി ധനം നേടുന്നവനെ, പണം സമ്പാദിക്കുന്നവനെ കഷ്ടം. അവിടെ കുടുംബങ്ങൾക്ക് കഷ്ടം, തലമുറകൾക്ക് കഷ്ടം. ഇത് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനമാണ്. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ, കൃപ തരണമേ, കൃപ തരണമേ, ജ്ഞാന വെളിച്ചം തരണമേ, അനുതാപ ഹൃദയം തരണമേ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഇനി വരുന്ന വചനങ്ങളെ ശ്രദ്ധിച്ചിരിക്കണമേ. ഹബക്കൂക്ക് പ്രവചനം 2-ാം അധ്യായം 10-11 വചനങ്ങളിൽ അപ്രകാരമുള്ള ഭവനങ്ങൾക്ക് എന്താ സംഭവിക്കുന്നത്? പല ജനതകളെയും പല കുടുംബങ്ങളെയും നശിപ്പിച്ച് നീ നിന്റെ ഭവനത്തിന് അപമാനം വരുത്തി വെച്ച് നീ അനേകരുടെ ജീവൻ നഷ്ടപ്പെടുത്തി, നിന്റെ ജീവൻ നഷ്ടപ്പെടുത്തി. നിന്റെ ഭവനത്തിലെ ഭിത്തിയിൽ നിന്ന് കല്ല് വിളിച്ചു പറയും, നിന്റെ ഭവനത്തിലെ മേൽക്കൂരയിൽ നിന്ന് തുലാം മറുപടി പറയും, ഇത് അന്യായത്തിന്റെയും അക്രമത്തിന്റെയും അനീതിയുടെയും ഭവനമാണെന്ന്. ആ ഭവനത്തിൽ എങ്ങനെയാ സുസ്ഥിതി ഉണ്ടാകുക? ആ ഭവനത്തിൽ എങ്ങനെയാ ദൈവാനുഗ്രഹം ഉണ്ടാകുക? ആ ഭവനം എങ്ങനെയാ? സഹോദരങ്ങളെ, ദൈവകൃപയിൽ വർദ്ധിച്ചു 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 വരിക. വർഷങ്ങൾ കഴിയുമ്പോൾ ക്ഷയിച്ചു വരും. തറവാടിത്തം ക്ഷയിക്കും, കുടുംബ മഹിമ നഷ്ടപ്പെടും, സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ എത്ര കുടുംബങ്ങൾ ക്ഷയിച്ചു പോയി. കയ്യൂക്കൊള്ളൻ കാര്യക്കാരൻ, അത് ലോകത്തിന്റെ നിയമം, അത് കർത്താവിന്റെ വചനമല്ല, അത് ദൈവത്തിന്റെ നിയമമല്ല. സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കണം. ആ മേഖലകളിൽ നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ ഇതിനോടൊന്നും അസ്വസ്ഥരാകേണ്ട. നമ്മൾ അനുദപിച്ചാൽ മതി. നമ്മൾ പിന്നീട് അതിനെക്കുറിച്ച് കാണും. നമ്മളിപ്പോൾ ഈ കാരണങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയാണ്. എന്നിട്ട് നമ്മൾ അതിനോർത്തെല്ലാം ഈ ദിവസങ്ങളിൽ കണ്ണുനീരോടെ കർത്താവിന് മുമ്പിൽ ഏറ്റുപറയുക, അനുദപിക്കുക. നമ്മൾ എൻ്റെ സഹോദരങ്ങളെ, കർത്താവിന് വീണ്ടെടുക്കാൻ കഴിയാത്തതായി യാതൊന്നുമില്ല. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നാലാമത്തൊരു ആത്മീയ കാരണമാണ്, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. കണക്കുകളിലെ കൃത്രിമം കാണിച്ച് മറ്റുള്ളവരെ വഞ്ചിക്കുക. ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ളവരാകാം, ജോലി സ്ഥലത്തുള്ളവരാകാം, ബിസിനസ് മേഖലയിലുള്ളവരാകാം, നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങളിലുള്ളവരാകാം. കണക്കുകളിലെ കൃത്രിമം കാണിച്ച് കൊണ്ട് മറ്റുള്ളവരെ, കൂടെ നിൽക്കുന്നവർ, സഹപ്രവർത്തകര്, ചിലപ്പോൾ തൻ്റെ സ്ഥാപനത്തിലുള്ള തൻ്റെ മാനേജ്മെൻറ്റ്, അധികാരികൾ, തൻ്റെ പാർട്ട്നേഴ്സ്, ആരുമാവട്ടെ സഹോദരൻ, അവരെ പറ്റിക്കുക, അവരെ ചതിക്കുക. എന്നിട്ട് ആ കൃത്രിമത്തിലൂടെ ആ പണം സ്വന്താക്കുക. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അത് തലമുറകൾക്ക് അനുഗ്രഹമാവുന്നു? നമ്മൾ വിചാരിക്കുന്നുണ്ടോ അപ്രകാരമുള്ള സമ്പത്തിലേക്ക് കർത്താവിൻ്റെ കൃപ കടന്നു വരുന്ന? ഒരിക്കലുമില്ല സഹോദരങ്ങളെ. ആ സമ്പത്തിൽ കർത്താവിൻ്റെ ആശീർവാദം ഉണ്ടാവില്ല. അപ്രകാരമുള്ള സമ്പത്ത് ഒരിക്കലും തലമുറകൾക്ക് അനുഗ്രഹമാവുകയില്ല. അത് ശാപഗ്രസ്തമാണ്. അതിൽ ആത്മാവിന്റെ അഭിഷേകമില്ല. നോ അനോയിന്റിങ്, നോ ഗ്രേസ്, നോ ഗ്ലോറി, നോ ബ്ലെസ്സിങ്. അത് ശപിക്കപ്പെട്ടതാണ്. നമ്മൾ വളരെ ശ്രദ്ധിക്കണത്. പ്രഭാഷകന്റെ പുസ്തകം 19-ാം അധ്യായം 4-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നു. നിങ്ങൾ ശ്രദ്ധിച്ച്,
മറ്റുള്ളവരെ എളുപ്പം വിശ്വസിക്കുന്നതിന് മനസ്സിന് ആഴമില്ല. പാപം ചെയ്യുന്നവൻ തനിക്ക് തന്നെ തിന്മ വരുത്തുന്നു. ഇത് നമ്മുടെ നന്മയ്ക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബവും ഐശ്വര്യത്തിൽ വരാൻ വേണ്ടിയൊക്കെ പലരും ഈ കൃത്രിമം കാണിച്ച് കാപട്യത്തിലൂടെ വഞ്ചനയിലൂടെ മറ്റുള്ളവരെ പറ്റിച്ച് തൻ്റെ സ്ഥാപനത്തെ താൻ ജോലി ചെയ്യുന്ന താൻ പ്രവർത്തിക്കുന്ന പ്രവർത്തന മണ്ഡലങ്ങളെയൊക്കെ ശരിക്കും ഒരു തരത്തിൽ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പണം സമ്പാദിക്കുക, പൈസ ഉണ്ടാക്കുക. എൻ്റെ സഹോദരങ്ങള്, വചനം പഠിപ്പിക്കുക. അവനെ തന്നെ തിന്മ വരുത്താണ്. അവൻ തന്റെ കുടുംബത്തെ ദ്രോഹിക്കുകയാണ്, തന്റെ കുടുംബത്തെ നശിപ്പിക്കുകയാണെന്നാണ് പരിശുദ്ധ വചനം വെളിപ്പെടുത്തുന്നത്. വീണ്ടും ദൈവത്തിന് വചനം പറയുന്നു, തോബിത്തിന്റെ പുസ്തകം 12:10. നിങ്ങൾ ശ്രദ്ധയോടെ വചനം കേൾക്കണേ. പാപം ചെയ്യുന്നവർ സ്വന്തം ജീവന്റെ ശത്രുവാണ്. പാപം ചെയ്യുന്നവർ സ്വന്തം ജീവന്റെ ശത്രുവാണ്. എത്ര ഗംഭീരമായ വചനമാണിത്. എൻ്റെ ഹൃദയത്തെ കൊളത്തിയൊരു വചനമാണ്. നമ്മൾ താൽക്കാലിക സുഖത്തിനും നൈമിഷികമായ നേട്ടങ്ങൾക്കും നമ്മുടെ കുടുംബത്തിന്റെ സാമ്പത്തിക സുസ്ഥിതിക്കും വേണ്ടിയ ചില ഇതുപോലെ കള്ളത്തരങ്ങള്, ഇതുപോലെ ചില ചതികള്, ഇതുപോലെ ചില കാപട്യങ്ങള് പലപ്പോഴും പ്രവർത്തിക്കുന്നത്. പക്ഷെ അറിയുന്നില്ല. വചനം പഠിപ്പിക്കുക, നീ നിന്റെ ജീവനെ നിന്റെ കുടുംബത്തെ നശിപ്പിക്കുക ചെയ്യുന്നത്. നിന്റെ കുടുംബത്തിന്റെ സാമ്പത്തിക അടിത്തറയെ നീ തകർക്കുകയാണ് ചെയ്യുന്നത്. നിന്റെ തലമുറയ്ക്ക് നീ നാശം വരുത്തി വെക്കുകയാണ്. സുഭാഷിത പുസ്തകം 15:27 കൃത്യമായി പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നീതിരഹിതമായ നേട്ടം ആഗ്രഹിക്കുന്നവൻ സ്വന്തം കുടുംബത്തെ ദ്രോഹിക്കുന്നു. കണ്ടു? കള്ളത്തരത്തിലൂടെ, ചതിയിലൂടെ, അന്യായ പലിശയിലൂടെ, കാപട്യത്തിലൂടെ, പല വിധത്തിലുള്ള തന്ത്രങ്ങളിലൂടെ, സൂത്രങ്ങളിലൂടെ നുണ പറഞ്ഞ് പറ്റിച്ച് കുടുംബത്തിന് വേണ്ടി സാമ്പത്തിക നേട്ടം ആഗ്രഹിക്കുന്നവരും അത് സ്വരൂപിക്കുന്നവരും വചനം പഠിപ്പിക്കുന്നു. അവർ സ്വന്തം കുടുംബത്തെ ദ്രോഹിക്കുന്നു, കുടുംബങ്ങളെ നശിപ്പിക്കുന്നു. സാമ്പത്തികമായ അടിത്തറ അവർ ഇളക്കിക്കളയുന്നു. നമുക്ക് കരങ്ങൾ ഉയർത്തി കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അസ്വസ്ഥരാകരുത്. കർത്താവേ, ഇത് അറിയാതൊക്കെ വന്നു പോയിട്ടുണ്ട്. കർത്താവേ, മുൻ തലമുറകളിൽ സംഭവിച്ചിട്ടുണ്ട്, പലപ്പോഴും നിങ്ങളുടെ കുടുംബങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. കർത്താവെ, കരുണ വർഷിക്കണമേ. ഈ സാമ്പത്തിക തകർച്ചയിൽ നിന്ന്, ഈ കൊടിയ കടഭാരത്തിൽ നിന്ന്, കടക്കണിയുടെ കുരുക്കുകളിൽ നിന്ന് ഞങ്ങളെ വിമോചിപ്പിക്കണമേ. കരമുയർത്തി വിളിക്കുന്നു യേശുവേ. വിളിച്ച് ഹൃദയം തുറന്ന് വിളിക്കുന്നു ഈശോ. കർത്താവിന്റെ കരുണ പെരുമഴ പോലെ പെയ്യട്ടെ, കുടുംബങ്ങളിലേക്ക് പെയ്യട്ടെ, തലമുറകളിലേക്ക് പെയ്യട്ടെ. സാമ്പത്തികമായി തകർന്നിരിക്കുന്ന ഓരോ ജീവിതത്തിലേക്ക് അത് പെയ്തിറങ്ങട്ടെ. സ്തുതിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. പ്രത്യാശയോടെ കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി ഹൃദയം നുറുങ്ങി കണ്ണുനീരോടെ നിങ്ങൾ പ്രാർത്ഥിച്ച് വേണം ഈ തിരുവചനങ്ങൾ ശ്രവിക്കുവാനായിട്ട്. ശ്രദ്ധിച്ചുകൊണ്ട് വളരെ ശ്രദ്ധയോടെ കർത്താവിന്റെ സന്നിധിയിലായിരിക്കുക. അഞ്ചാമത്തെ ഒരു ആത്മീയ കാരണമാണ് സാമ്പത്തിക തകർച്ചകളുടെ മറ്റൊരു ആത്മീയ കാരണമാണ് കടം വാങ്ങിയത് തിരികെ കൊടുക്കാതിരിക്കുക, മനഃപൂർവ്വം കൊടുക്കാതിരിക്കുക. കടം തിരികെ കൊടുക്കാനുള്ള സാഹചര്യമുണ്ട്, അതിനുള്ള അവസരമുണ്ട്, സമ്പത്തുണ്ട്. പക്ഷെ പിടിവാശി മൂലം അല്ലെങ്കിൽ ചില മർക്കട മുഷ്ടി മൂലം അല്ലെങ്കിൽ പണത്തോടുള്ള ആർത്തി മൂലം അത് തിരികെ കൊടുക്കാതെ അത് പിടിച്ചു വെച്ചിരിക്കുക. ചില ആൾക്കാർക്ക് നിവൃത്തികേട് കൊണ്ട് കൊടുക്കാൻ പറ്റാത്തവരുണ്ട്. അത് കർത്താവിനറിയാം, അവരെ കുറിച്ചല്ല പറയുന്നത്. തിരിച്ചു കൊടുക്കാൻ മാർഗമുണ്ടായിട്ടും അതിനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടായിട്ടും പിടിച്ചു വെച്ചിരിക്കുകയാണ്. അതൊരിക്കലും ബ്ലെസ്സിങ്ങല്ല സഹോദരങ്ങളെ. നാളുകൾ കഴിയുമ്പോൾ ആ പിടിച്ചു വെച്ച പണം പോകുന്നു മാത്രമല്ല, എല്ലാം നമുക്ക് നഷ്ടപ്പെടാൻ തുടങ്ങും. പരിശുദ്ധ വചനം എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത്? സുഭാഷിത പുസ്തകം 11:24 അത് വളരെ പ്രധാനപ്പെട്ട വചനമാണ്. നിങ്ങൾ ഒന്നിച്ച് വായിക്കണം, ഒരുമിച്ച് ഉച്ചത്തിൽ വായിച്ച്. ഒരാൾ ഉദാരമായി നൽകിയിട്ടും കൂടുതൽ ധനികനാകുന്നു. നൽകേണ്ടത് പിടിച്ചു വെച്ചിട്ടും മറ്റൊരുവന്റെ ദാരിദ്ര്യം വർദ്ധിക്കുന്നു. അവന്റെ ദാരിദ്ര്യം മാറില്ല, വർദ്ധിച്ചുകൊണ്ടിരിക്കുക. നൽകേണ്ടത് നൽകണം, അത് പിടിച്ചു വെക്കരുത്. കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ
അത് തിരിച്ചു കൊടുക്കണം നമ്മൾ. അതിനുള്ള സാമ്പത്തിക ശേഷി അവസരമൊക്കെ കർത്താവ് ഒരുക്കി തരുമ്പോൾ അത് അത്രയും നഷ്ടപ്പെട്ടു പോകല്ലോ. അല്ലെങ്കിൽ ഇപ്പം അവന് പണത്തിൻ്റെ ആവശ്യമില്ല, ഇപ്പം അവന് പണത്തിൻ്റെ ഉപയോഗമില്ല. അത് നമ്മളല്ല തീരുമാനിക്കേണ്ടത്. നമ്മുടെ ഉത്തരവാദിത്തം എന്താ? കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കാനുള്ള ഒരു സാഹചര്യം ദൈവം അനുവദിക്കുമ്പോൾ അത് സ്നേഹത്തോടെ സന്തോഷത്തോടെ തിരിച്ചു കൊടുക്കണം. അത് ബ്ലെസ്സിങ് ആണ്. അവിടെ ദൈവം പ്രവർത്തിക്കും. നമുക്ക് സാമ്പത്തിക സുസ്ഥിതി ഉണ്ടാകും, സാമ്പത്തിക നന്മയുണ്ടാകും. പരിശുദ്ധ വചനം പഠിപ്പിക്കുക, നൽകേണ്ടത് നൽകാതെ നീ പിടിച്ചു വെച്ചാൽ നിന്നത് ദാരിദ്ര്യത്തിലെത്തിക്കും, നിന്നെ നശിപ്പിച്ച് കളയും, നിന്റെ കുടുംബത്തെ അത് നശിപ്പിക്കും. സഹോദരങ്ങളെ, കടം വാങ്ങി തിരിച്ചു കൊടുക്കണം. 26-ാമത്തെ വചനം 11:26. ധാന്യം പൂഴ്ത്തി വെക്കുക. ഈ സമ്പത്ത് പൂഴ്ത്തി വെക്കുക ഉണ്ട്, പക്ഷെ പൂഴ്ത്തി വെക്കുകയാണ്, കൊടുക്കുന്നില്ല. ചില പറയില്ലേ, അവനൊരു പടി കൊടുക്കട്ടെ, അല്ലെങ്കിൽ കുറച്ച് നാളെങ്കിൽ കഴിയട്ടെ, അവനിപ്പോൾ പണത്തിന് ആവശ്യമൊന്നുമില്ല, അവനെ കുറച്ച് പണത്തിന് വിഷമൊന്ന് മനസ്സിലാക്കട്ടെ. എന്നിട്ട് നമ്മൾ കള്ളം പറയാം, അയ്യോ ബുദ്ധിമുട്ടാണ് കേട്ടോ, കഷ്ടപ്പാടാണ് കേട്ടോ, ഒരു നിവൃത്തിയില്ല ഉണ്ടെങ്കിൽ ഞാൻ തരില്ല എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ കള്ളം പറയാ, വ്യാജം പറയാ. കൊടുക്കാനുള്ള ശേഷിയും നിവൃത്തിയെല്ലാം ദൈവം ഒരുക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ മറച്ചു വെച്ച് കാപട്യത്തോടെ അഭിനയിച്ച് പറയാ, എൻ്റെ കയ്യിൽ പൈസയില്ല, നീ കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യും. വെറുതെ മനഃപൂർവ്വം ബുദ്ധിമുട്ടിക്കുക. എൻ്റെ സഹോദരങ്ങളെ, ഇതൊക്കെ അനുഗ്രഹമാകുമെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? ഒരിക്കലും അനുഗ്രഹമാവില്ല. കൊടിയ തകർച്ചയിലെ നമ്മൾ എത്തിക്കിയതൊക്കെ നമ്മൾ ചിന്തിക്കണം. നമ്മൾ സാമ്പത്തികമായി തകർന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് എന്തുകൊണ്ടാണ് ഈ തകർച്ച സംഭവിക്കുന്നത്? കർത്താവേ, ഈ തകർച്ചയിലൂടെ അങ്ങേക്ക് എന്തെങ്കിലും എന്നോട് സംസാരിക്കാനുണ്ടോ? ഞാൻ എവിടെയാണ് തിരുത്തേണ്ടത്? ഞാൻ എവിടെയാണ് മാറ്റം വരുത്തേണ്ടത്? ഞാൻ എന്താണ് സ്വീകരിക്കേണ്ടത്? നിർമ്മല മനസാക്ഷിയോടെ നമ്മൾ പരിശുദ്ധാത്മാവിനോട് ചോദിക്കണം. നമുക്ക് ആത്മാവ് ആലോചന തരും, നമ്മോട് കർത്താവ് സംസാരിക്കും. അതാ ഇപ്പോൾ തൻ്റെ വചനത്തിലൂടെ ഈശോ തന്നുകൊണ്ടിരിക്കുന്നത്. 6-ാമത്തെ ഒരു ആത്മീയ കാരണമാണ്, നിങ്ങൾ ശ്രദ്ധിക്കണം. കൈക്കൂലി, മോഷണം, കൊള്ള, പിടിച്ചുപറി, ഇതിലൂടെയൊക്കെ നേടിയ സമ്പത്ത്. നമ്മളെല്ലാവരും ഇത്തരക്കാരാണ്, അല്ല സഹോദരങ്ങളെ? ഇതാണ് ഈ സാമ്പത്തിക തകർച്ചയുടെ കാരണം. ഇത് മാത്രമൊന്നല്ല, പക്ഷെ ഇതുണ്ടാകാം. നമ്മുടെ തലമുറകളിൽ ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വേണ്ട വിധം അനുദപിക്കുകയോ ഈ മേഖലകളിൽ ദൈവകൃപ സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ലെങ്കിൽ ഈ തകർച്ച തുടർന്നുകൊണ്ടേയിരിക്കും. എൻ്റെ സഹോദരങ്ങളെ ശ്രദ്ധിക്കണം. പരിശുദ്ധ വചനം പറയാണ്, കണ്ട് കൈക്കൂലി, മോഷണം, കൊള്ള, പിടിച്ചുപറി, ഇവയിലൂടെയൊക്കെ നേടിയ സമ്പത്ത്. സക്രിയ പ്രവചനം 5-ാം അധ്യായം 3-4 വചനങ്ങൾ ശ്രദ്ധാപൂർവ്വം വചനം ശ്രദ്ധിച്ച്. സക്രിയ പ്രവചനം 5:3-4 വചനങ്ങൾ. അവൻ പറഞ്ഞു, ഇത് ദേശം മുഴുവനുമുള്ള ശാപമാണ്. മോഷ്ടിക്കുന്നവനും കള്ളസത്യം ചെയ്യുന്നവനും പിടിച്ചു പറിക്കുന്നവൻ കൊള്ള നടത്തുന്നവൻ, കണ്ടു, അവരൊക്കെ ഇതിൽ എഴുതിയിരിക്കുന്ന പോലെ വിച്ഛേദിക്കപ്പെടും. 4-ാമത്തെ വചനം പറയാണ്, സൈന്യങ്ങളെ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ അതിനെ കള്ളന്റെയും എൻ്റെ നാമത്തിൽ കള്ളസത്യം ചെയ്യുന്നവ, മോഷ്ടിക്കുന്നവ, പിടിച്ചു പറിക്കുന്നവൻ, കൊള്ള നടത്തുന്നവൻ, അവരുടെ വീട്ടിലേക്ക് ഞാൻ ഇതിനെ അയക്കും. അതവന് വീട്ടിൽ കടന്ന് അതിൻ്റെ കല്ലും തടിയും ഉൾപ്പെടെ എല്ലാം നശിപ്പിക്കുന്നത് വരെ അവിടെ വസിക്കും. ദൈവമേ, എന്നൊരു വചനമാണിത്. നമ്മൾ പറയില്ലേ, നശിച്ചെല്ലാം തീർന്നു പോയി എന്ന് പറയില്ലേ? ഈ വചനം ലിറ്ററലി സംഭവിക്കുക. സഹോദരങ്ങളെ, മോഷണത്തിലൂടെയും പിടിച്ചുപറിയിലൂടെയും കൊള്ളയിലൂടെയും അതുപോലെ തന്നെ കൈക്കൂലിയിലൂടെയും അന്യായ മാർഗങ്ങളിലൂടെയും നമ്മൾ നേടുന്ന സമ്പത്ത് അത് 5 രൂപയായിക്കൊള്ളട്ടെ, അതൊരിക്കലും അനുഗ്രഹമല്ല. അതിനുമേൽ ദൈവത്തിന്റെ കൃപ കടന്നു വരികയില്ല. അതിനെ അനുഗ്രഹിക്കാൻ കർത്താവിന് സാധിക്കില്ല. ദൈവം ഒരിക്കലും തന്റെ വചനത്തിന് വ്യവസ്ഥ വിട്ട് നമ്മോട് ഇടപെടുകയോ നമ്മിൽ പ്രവർത്തിക്കുകയില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് ഇത് വളരെ ശ്രദ്ധിക്കണം. ആ കുടുംബം നശിച്ചു പോവാണ്, നശിച്ച് നാറാണകല്ലെടുക്കുക എന്ന് പറയില്ലേ? ഞാൻ തൃശ്ശൂർ ഭാഷയിൽ അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എല്ലാം കൈമോശം വന്ന് പോവാണ്, എല്ലാം ജീർണിച്ച് എല്ലാം തകർന്നു പോകുന്നൊരവസ്ഥ. കർത്താവെ, കരുണ കാണിക്കണേ. വീണ്ടും ആത്മാവ് പറയുന്നു, സുഭാഷിത പുസ്തകം 21:6. പെട്ടെന്ന് വചനം ശ്രദ്ധിച്ച്. സുഭാഷിതങ്ങൾ 21:6 എന്താണ് വചനം പറയുന്നത്? കള്ളം പറയുന്ന നാവ്, നുണ പറയുന്ന നാവ്
നേടിത്തരുന്ന സമ്പത്ത് പെട്ടെന്ന് തിരോഭവിക്കുന്ന നിരാവിയും മരണത്തിന്റെ കെണിയുമാണ്. മരണത്തിന്റെ കെണിയുമാണ് സഹോദരങ്ങളെ. അതൊക്കെ നമുക്ക് തകർച്ചകൾ ഉണ്ടാക്കും. ഏഴാമത്തെ ഒരു പ്രധാന കാരണമാണ് ജോലിക്കാർക്ക് അർഹമായ വേതനം നൽകാതെ അവരെ ചൂഷണം ചെയ്ത് അവരെ പീഡിപ്പിക്കുക, അവരെ മനഃപൂർവ്വം വേദനിപ്പിക്കുക. പലപ്പോഴും നമ്മുടെയൊക്കെ പല കുടുംബങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. പല സ്ഥാപനങ്ങളുടെ തകർച്ച, പല ബിസിനസ്സുകളുടെ തകർച്ച, പല ജോലി മേഖലകളിൽ നല്ല രീതിയിൽ പോയി പല സ്ഥാപനങ്ങളും തകർന്നു പോകുന്നതിനൊക്കെ കാര്യം ഇതുപോലെ ചില കണ്ണുനീരുകൾ ഉണ്ടാകാം. നമ്മൾ ശ്രദ്ധിക്കണം സഹോദരങ്ങളെ. അർഹതപ്പെട്ടവർക്ക് അർഹമായത് നൽകുന്നതാണ് നീതി. അവരെ ദൈവം അനുഗ്രഹിക്കും. ആ കുടുംബങ്ങളെ ദൈവം അനുഗ്രഹിക്കും. ആ പ്രസ്ഥാനങ്ങളെ ദൈവം അനുഗ്രഹിക്കും. അവിടെ പരിശുദ്ധാത്മന്റെ അനോയിന്റിങ് ഉണ്ടാകും, ആത്മനടത്തിപ്പുണ്ടാകും. ഇതിനോട് ബന്ധപ്പെട്ട് എന്താണ് വചനം പറയുന്നത്? യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 5-ാം അധ്യായം 4-ാമത്തെ വചനം. ശ്രദ്ധാപൂർവ്വം വായിച്ചേ. കർത്താവ് ചോദിക്കുക, നിങ്ങളുടെ നിലങ്ങളിൽ നിന്ന് വയലുകളിൽ നിന്ന് വിളവ് ശേഖരിച്ച വേലക്കാർക്ക് കൊടുക്കാതെ പിടിച്ചു വെച്ച കൂലി ഇതാ നിലവിളിക്കുന്നു. ഇതാ കൂലി നിലവിളിക്കുന്നു. പിടിച്ചു വെച്ച കൂലി നിലവിളിക്കുന്നു. ആ കുടുംബങ്ങൾ എങ്ങനെ അനുഗ്രഹിക്കപ്പെടുക? ആ തലമുറകളിലേക്ക് എങ്ങനെ ദൈവകൃപ കടന്നു വരിക? തുടർന്ന് ആ വചനത്തിന് അവസാന ഭാഗത്ത് നമ്മൾ കാണുകയാണ്, കർത്താവിന്റെ കർണപുടങ്ങളിൽ അവരുടെ നിലവിളി എത്തിയിരിക്കുന്നു. കർത്താവിന്റെ കർണപുടങ്ങളിൽ അവരുടെ നിലവിളി എത്തിയിരിക്കുന്നു. വീണ്ടും മലാക്കി പ്രവചനം 3-ാം അധ്യായം 5-ാം വചനത്തിൽ വീണ്ടും ഈ വചനം ആവർത്തിക്കുക കർത്താവ്, നിങ്ങളെ വിധിക്കാൻ ഞാൻ അടുത്തു വരും. ആഭിചാരകർക്കും വ്യഭിചാരികൾക്കും കള്ളസത്യം ചെയ്യുന്നവർക്കും വേലക്കാരനെ കൂലിയിൽ വഞ്ചിക്കുന്നവർക്കും. ആ വചനം ഒരിക്കൽ കൂടെ ശ്രദ്ധിച്ചേ. വേലക്കാരനെ, പണിക്കാരെ, ജോലിക്കാരെ അവരുടെ കൂലിയിൽ, അവരുടെ വേതനത്തിൽ, ശമ്പളത്തിൽ വഞ്ചിക്കുന്നവർക്കും വിധവകളെയും അനാഥരെയും പീഡിപ്പിക്കുന്നവർക്കും എതിരെ ഞാൻ വിധി നടത്തും. എൻ്റെ സഹോദരങ്ങളെ, വളരെ ശക്തമാണ് ദൈവത്തിൻ്റെ വചനം, ശക്തമാണ് ദൈവത്തിൻ്റെ വചനം. 9-ാമത്തെ ഒരു സ്പിരിച്വൽ, 8-ാമത്തെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ പെൺമക്കള് അവർക്ക് കൊടുക്കേണ്ട വസ്തുവകകൾ നമുക്കത് കൊടുക്കുവാനുള്ള കുടുംബത്തിൽ സാമ്പത്തിക ശേഷിയുണ്ട്. നമുക്ക് അവകാശം കൊടുക്കുവാനുള്ള സ്വത്ത്, കുടുംബപരമായ സ്വത്ത് ധാരാളമുണ്ട്. ധാരാളം കുടുംബ സ്വത്ത് ഉണ്ടായിട്ട് പോലും ഒരു അവകാശം കൊടുക്കാതെ അവരെ അങ്ങ് പറഞ്ഞു വിടുക. അത് പലപ്പോഴും നമുക്ക് അനുഗ്രഹമാണ്. പല കുടുംബങ്ങൾ തകർച്ചയുടെ കാരണം അതാണ്. പല സഹോദര ബന്ധങ്ങൾ ഇന്ന് തകർന്നു പോയതിന് കാരണം അതാണ്. അപ്പോൾ അവർക്ക് അർഹതപ്പെട്ടത് എല്ലാമല്ല, അവർക്ക് അർഹതപ്പെട്ടത് കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ ന്യായമായത് നമ്മുടെ പെൺകുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാൻ മാതാപിതാക്കളെ നമ്മൾ തയ്യാറാകണം. അത് അനുഗ്രഹമാണ്, നമുക്ക് അഭിഷേകമാണ്. നമ്മുടെ തലമുറകളിലേക്ക് ആത്മശക്തി ഇറങ്ങും. 9-ാമത്തെ ഒരു ആത്മീയ കാരണമാണ് ചൂതുകളി, മദ്യവിൽപ്പനയിലൂടെ ലോട്ടറി വിൽപ്പന, വ്യഭിചാരം, അതുപോലെ തന്നെ ദൈവഹിതത്തിന് വിരുദ്ധമായി നമ്മൾ ചെയ്യുന്ന വഴികളിലൂടെ, പ്രവൃത്തികളിലൂടെ ഒക്കെ നേടുന്ന സമ്പത്ത്. അതെന്തുമാവട്ടെ, ദൈവവചനത്തിന് വിരുദ്ധമായി, ദൈവഹിതത്തിന് വിരുദ്ധമായി നമ്മൾ നേടുന്ന സമ്പത്തുകൾ, അത് ചൂതുകളിയിലൂടെ ആവാം, വ്യഭിചാരത്തിലൂടെ ആകാം, അതുപോലെ തന്നെ മദ്യം വിറ്റിട്ടാകാം, മദ്യവിൽപ്പനയിലൂടെ, ലോട്ടറി വിൽപ്പനയായിരിക്കും. കാരണം ഇതിലൊക്കെ കണ്ണുനീരിൻ്റെ കറകളുണ്ട്, ഇതിലൊക്കെ പാപത്തിൻ്റെ, അനീതിയുടെ കറകളുണ്ട് സഹോദരങ്ങളെ. അതൊരിക്കലും തലമുറകൾക്ക് അനുഗ്രഹമാവുകയില്ല. ജെറമിയ പ്രവചനം 17:11 പരിശുദ്ധ വചനം പഠിപ്പിക്കുന്നു, താനിടാത്ത മുട്ടയ്ക്ക് അടയിരിക്കുന്ന തിത്തിരി പക്ഷിയെ പോലെയാണ് അന്യായമായി സമ്പത്ത് സമ്പാദിക്കുന്നവൻ. മദ്യം വിറ്റ് സമ്പത്ത് സമ്പാദിക്കുന്നവർ, വ്യഭിചാരം ചെയ്ത്, സെക്സ് അങ്ങനെയുള്ള സിനിമകളിൽ അങ്ങനെയുള്ളതൊക്കെ അഭിനയിച്ച്, അല്ലെങ്കിൽ ശരീരം വിറ്റ് സമ്പത്ത് നേടുന്നവര്, ചൂത് കളിച്ച്, ചീട്ട് കളിച്ച്, അങ്ങനെയുള്ള ഇന്ന് അങ്ങനെയുള്ള ഒരുപാട് ഗെയിമുകളുണ്ട്. അതിലൂടെയൊക്കെ പെട്ടെന്ന് പണമുണ്ടാക്കാനുള്ള മാർഗങ്ങളിൽ കടന്നു ചെന്ന് പണമുണ്ടാക്കുക. സഹോദരൻ, അതിലെ കണ്ണുനീരിന്റെ കറകളുണ്ട്, അതിൽ പാപക്കറകളുണ്ട്. കർത്താവ് പറയുക, താനിടാത്ത മുട്ടയ്ക്ക് അടയിരിക്കുന്ന തിത്തിരി പക്ഷിയെ പോലെയാണ് ദൈവഹിതമില്ലാതെ, ദൈവവചനത്തിന് വിരുദ്ധമായി, അന്യായമായി സമ്പത്ത് സമ്പാദിക്കുന്നവർ. ജീവിത മധ്യത്തിൽ അതവരെ പിരിയും. അവസാനം അവർ വിഡ്ഢിയാകും. എത്ര കൃത്യമാണ് ഈ വചനം!
നല്ല സമ്പത്തും നല്ല പ്രതാപവും ഉണ്ടായിരുന്ന എല്ലാവരും നഷ്ടപ്പെട്ട് ഇന്ന് വിഡ്ഢികളായി ജനമധ്യേ പലരും ഇന്ന് എൻ്റെ സഹോദരങ്ങളെ ഇന്ന് പാപ്പരായി മാറിയ അവസ്ഥകൾ നമുക്കിന്ന് കാണാൻ പറ്റും. കെട്ടുകഥകളല്ല ഇതൊക്കെ. എത്ര കൃത്യമാണ് ദൈവത്തിൻ്റെ വചനം നമ്മൾ പരിശോധിക്കണം. അവസാനമായി 10ാമത്തത്, സാമ്പത്തിക മേന്മയ്ക്ക് വേണ്ടി, സാമ്പത്തിക ഉന്നതിക്ക് വേണ്ടി, ബിസിനസ്സിൽ വളർച്ചയുണ്ടാകാൻ, വരുമാന മാർഗങ്ങളിൽ ഉന്നതി ഉണ്ടാകാൻ സഹോദരങ്ങളെ പൈശാചിക ശക്തികളെ, സാത്താന്യ ശക്തികളെ ആരാധിക്കുക. അങ്ങനെയുള്ള മാന്ത്രിക വിദ്യകൾ, ആഭിചാര ക്രിയകൾ, പൂജാവിധികൾ നടത്തി നമ്മൾ 1-ാം പ്രമാണം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അത് കഠോരമായ സാമ്പത്തിക തകർച്ചകളായിരിക്കും. സാമ്പത്തിക ബന്ധനങ്ങളും അതുപോലെ കൊടിയ പ്രതിസന്ധികളായിരിക്കും നമ്മുടെ കുടുംബങ്ങളിലും തലമുറകളിലും വരുത്തി വയ്ക്കുന്നത്. ഒറ്റ വചനം വായിച്ച് അവസാനിപ്പിക്കുകയാണ്. നിയമാവർത്തന പുസ്തകം 11:28 ദ ബുക്ക് ഓഫ് ഡ്യൂട്ടറണമി. നിങ്ങൾ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കാതെ ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ച് നിങ്ങൾക്ക് അജ്ഞാതരായ അന്യദേവന്മാരുടെ പുറകെ പോയാൽ, അന്യ ആരാധനകളിൽ പങ്കെടുത്താൽ നിങ്ങൾക്ക് ശാപം. അവിടെ നോ ബ്ലെസ്സിങ്, നോ ഗ്രേസ്, നോ അനോയിന്റിങ്. അത് കെണിയായി മാറുമെന്ന് 106-ാം സങ്കീർത്തനം 36-ാമത്തെ വചനം പഠിപ്പിക്കുകയാണ്. സാംസ് 106:36. അവരുടെ വിഗ്രഹങ്ങളെ അവർ സേവിച്ചു, അതവർക്ക് കെണിയായി തീർന്നു. സാമ്പത്തിക മേന്മയ്ക്ക് വേണ്ടി, സാമ്പത്തിക സുസ്ഥിതിക്ക് വേണ്ടി, വരുമാന മാർഗങ്ങളിൽ ഉന്നതി കിട്ടാൻ വേണ്ടി, പെട്ടെന്ന് പണക്കാരാകാൻ, പെട്ടെന്ന് പ്രശ്നങ്ങളിൽ ഒരു പ്രതിവിധി ഉണ്ടാകാൻ നമ്മൾ പലപ്പോഴും ഒക്കെ ചെയ്യുന്നത്. പക്ഷെ അത് വലിയ കെണികളായി മാറുമെന്ന് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. സഹോദരി സഹോദരങ്ങളെ, നമ്മൾ പരിശോധിക്കണം. സാമ്പത്തിക തകർച്ചയിൽ ചില ആത്മീയ കാരണങ്ങൾ പരിശുദ്ധാത്മാവ് തൻ്റെ വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയായിരുന്നു. നമ്മളിത് കേട്ട് നമ്മൾ ശ്രദ്ധിക്കണമേ. നമ്മൾ കൂടുതൽ നമ്മൾ കൃപയ്ക്കും കരുണയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുക. നാളെ വളരെ പ്രധാനപ്പെട്ട ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് അതിപ്രാധാന്യമേറിയ ഒരു വചന സന്ദേശമാണ് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നത്. നിങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങി വരണം. അനേകരെ നിങ്ങൾ കൂട്ടിക്കൊണ്ടുവരണം. പോരാ, ഇനിയും 10,000 ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കണം. എല്ലാവർക്കും ഒരു ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ഉണ്ടാകണം. സാമ്പത്തിക മേഖലയിൽ സ്വാതന്ത്ര്യം ഉണ്ടാകണം. സാമ്പത്തിക ഉന്നതി ഉണ്ടാകണം. നമ്മുടെ കുടുംബങ്ങളും തലമുറകളും ദൈവകൃപയിൽ വർദ്ധിച്ചു വരണം. അപ്പോൾ അപ്പനും അമ്മയും മക്കളും സഹോദരി സഹോദരങ്ങളും അയൽപ്പക്കക്കാരും നമ്മുടെ പ്രിയപ്പെട്ടവരെയും നമ്മുടെ സ്നേഹിതരെയും ബന്ധുമിത്രങ്ങളെയൊക്കെ നിങ്ങൾ ശുശ്രൂഷ അറിയിക്കണം. അവർക്കൊക്കെ വാട്സപ്പിൽ നിങ്ങൾ ഇവിടുന്ന് അയക്കുന്ന പോസ്റ്ററുകൾ അയച്ചു കൊടുക്കണം. ഇവിടുത്തെ യൂട്യൂബിൽ ലിങ്ക് അയച്ചു കൊടുക്കണം. ഇന്നലത്തെ ശുശ്രൂഷയുടെ ലിങ്ക് യൂട്യൂബിലുണ്ട്. നിങ്ങളത് ആ ലിങ്ക് അയച്ച് അനേകരത് കാണണം, അനേകർ നിങ്ങളത് കേൾപ്പിക്കണം. മറ്റൊന്നിനു വേണ്ടിയിട്ടല്ല, പരിശുദ്ധാത്മാവിൻ്റെ നവമായ അഭിഷേകത്താൽ നമുക്കൊരു ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ഉണ്ടാകാൻ, നമുക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാകാൻ അത് കർത്താവിൻ്റെ ആഗ്രഹമാണ്. സഹോദരങ്ങളെ, നമുക്കതിനു വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങാം. 1-2 കാര്യങ്ങൾ പെട്ടെന്ന് നിങ്ങൾ അറിയിക്കുകയാണ്. ഒന്നാമതായി, ഫെബ്രുവരി 10 മുതൽ മാർച്ച് 2 വരെ തിരുസഭയ്ക്ക് വേണ്ടിയുള്ള ഒരു 21 ദിവസത്തെ പ്രാർത്ഥന ഉപവാസ ശുശ്രൂഷ ഷെക്കന ന്യൂസിലൂടെ തൻ്റെ സഭയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് നൽകുകയാണ്. അഭിനയ പിതാക്കന്മാരും കേരള സഭയിൽ പരിശുദ്ധാത്മ ഉപയോഗിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠ അഭിഷിക്തരും ആത്മായ പ്രേക്ഷിതരെല്ലാം ചേർന്ന് ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുകയാണ്. സഭയുടെ റിവൈവലിന് വേണ്ടി, കർത്താവിൻ്റെ സഭ നവീകൃതയാകാൻ, കർത്താവിൻ്റെ സഭയിൽ പരിശുദ്ധാത്മാവിൻ്റെ കാറ്റ് വീശിയടിക്കുവാൻ, ആത്മാവിൻ്റെ തീ പടരുവാൻ നമ്മൾ ഒന്നിച്ച് 10,000 ഒന്നിച്ച് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഉപവസിക്കുന്ന ഒരു ശുശ്രൂഷ. അതിൽ നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും, കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ ആവശ്യങ്ങളിൽ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും. സഹോദരങ്ങളെ, ആ 21 ദിവസത്തെ പ്രാർത്ഥന ഉപവാസ ശുശ്രൂഷ സഭയ്ക്ക് വേണ്ടി നിങ്ങളെല്ലാവരും കാര്യക്ഷമമായതിൽ പങ്കെടുക്കണം. അതിൻ്റെ പോസ്റ്റർ നിങ്ങൾ ശ്രദ്ധിക്കുക. അവിടെ ആ കാണുന്ന വാട്സപ്പിൽ ആ നമ്പറിൽ നിങ്ങൾ നിങ്ങളുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള നിങ്ങളുടെ ആ തീരുമാന സമർപ്പണം നിങ്ങൾ അറിയിക്കണം. 1000 മുന്നോട്ട് വരണം, മടി വിചാരിക്കരുത്. അതിലൂടെ നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടാണ്. ആത്മീയ ഭൗതികമായ മേഖലകളിൽ നമ്മൾ ബ്ലെസ്സഡ് ആകുകയാണ്. ഈ സത്യം മനസ്സിലാക്കി ആ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ നിങ്ങളുടെ തീരുമാനങ്ങൾ അറിയിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം.